അപ്പോൾ എൻ്റെ ജേണി തുടങ്ങുന്നത് 10ാം ക്ലാസ് ഞാൻ എക്സാം കഴിഞ്ഞ ഉടനെ എൻ്റെ അധ്യാപകർ, അന്നത്തെ ഷക്കീർ സാർ അടക്കമുള്ള കുറച്ച് അധ്യാപകർ വരികയും എന്നോട് ചോദിച്ചു. ഞാൻ സ്കൂളിൽ അന്ന് ഫുൾ A+ ആയിരുന്നു, സ്കൂളിൽ ആദ്യത്തെ ഫുൾ A+ ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് ചോദിക്കുമല്ലോ, അടുത്ത് എന്താ എടുക്കാൻ പോകുന്നത്, സയൻസ് സ്ട്രീം എടുക്കണോ ഹ്യൂമാനിറ്റീസ് സ്ട്രീം എടുക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, നിനക്ക് എന്താണ് ആഗ്രഹം, ഡോക്ടർ ആവാനാണോ ആഗ്രഹം, എഞ്ചിനീയർ ആവാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു? അപ്പോൾ കുട്ടിക്കാലത്ത് പോലെ നമ്മളെ ആഗ്രഹങ്ങൾ പലതും ആയിരിക്കും. ചിലപ്പം ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിലെ ആഗ്രഹമായിരിക്കും പിറ്റത്തെ ആഴ്ചയിലെ ആഗ്രഹം ഉണ്ടാകുന്നു. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലൈറ്റിൽ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നും 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു 10ാം ക്ലാസ്സിന് ശേഷം പറഞ്ഞു MBBS ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ, അതിന് മോശമാക്കിയിട്ട് പറയല്ല, ജീവിതകാലം മുഴുവൻ നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ പരിചരിക്കുന്നതാവുമ്പോൾ നമ്മളൊരു പ്രത്യേകമായിട്ട് നമ്മൾ സൊസൈറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒരു ആക്റ്റീവായിട്ടുള്ള എൻഗേജ്മെൻറ്റിലേക്ക് അന്ന് പോകുന്നു. ഞാൻ ആക്റ്റീവായിട്ട് എൻഗേജ്മെൻറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ അതിനോട് താല്പര്യമില്ല എന്ന് പറയും. പിന്നെ രണ്ടാമത് ചോദിച്ചാൽ എന്നോട് എഞ്ചിനീയർ ആവണമെന്ന് ചോദിച്ചു. അപ്പോൾ എഞ്ചിനീയർ ആവണം അതിനോടും വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് സിവിൽ സർവീസ് എന്നൊരു എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്താവാൻ പറ്റും, പല പോസ്റ്റുകളും കിട്ടും, കളക്ടർ ആവാൻ പറ്റും. അപ്പോൾ നമുക്ക് അന്ന് കിട്ടുന്ന നമുക്ക് അറിയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കളക്ടർ ആവുക എന്നുള്ളത് മാത്രമേ അറിയും. അതിന് IAS കാരനാവണമെന്നോ IPS കാരനാവണമെന്നോ IFS കാരനാവണമെന്നോ ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ സാറിന് ചോദിച്ചു, അപ്പോൾ അതിന് നല്ല പറ്റിയ കോച്ചിങ് കിട്ടുന്ന സ്ഥലം എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതിന് പറ്റിയൊരു സ്ഥലം ഇപ്പോൾ നമ്മുടെ മലബാറിലുള്ളത് മർക്കസിലാണുള്ളത്, അപ്പം അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ഇവർ മർക്കസിൽ കൊണ്ടുപോയിട്ട് ചേർക്കുന്നത്. പിന്നെ മർക്കസിലൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ ചങ്ങാതി. കാരണം അവിടെ ഉണ്ടാകുന്ന കൂട്ടുകാരുമാർ 25 കൂട്ടുകാരാണ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. ആ 25 കൂട്ടുകാരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആൾക്കാരായിരുന്നു. അവർ ഓരോരുത്തരും വായിക്കുന്നവരും എഴുതുന്നവരും അതുപോലെ തന്നെ പ്രസംഗിക്കുന്നവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ എന്നിലുണ്ടാക്കിയൊരു സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിന് എങ്ങനെയാണ് സേവനം ചെയ്ത് കൊടുക്കേണ്ടത്. അവിടുത്തെ ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിൻ്റെ ഈ കോച്ചിങ്ങിലേക്ക് പറയുന്ന സമയത്ത് ഞങ്ങൾ അന്ന് വിളിച്ചിരുന്ന 8 വീട്ടിൽ പിള്ളമാരെന്ന് വെച്ചാൽ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സാണ് 8 വീട്ടിൽ പിള്ളമാർ. 8 പേരായിരുന്നു അത് സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 8 വീട്ടിൽ ഇവർ പലരും പല മേഖലകളിലുള്ളത്, പലരും PhD ചെയ്യുന്നവരുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നവരുണ്ട്, പുറത്ത് യൂണിവേഴ്സിറ്റികളിൽ PhD ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ കറൻ്റ്ലി അവർ. അപ്പോൾ ഇവരായിരുന്നു അന്നത്തെ ഒരു കൂട്ടുകെട്ടുന്നത്. അപ്പോൾ ഇവർക്കിങ്ങനെ പരസ്പരം പ്രചോദിപ്പിച്ചുകൊണ്ടേ ഇരുന്ന് വായിക്കാൻ. അപ്പം അന്ന് അതൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോൾ മർക്കസിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ വേണ്ടിയിട്ട് മത്സരമായിരുന്നു. അപ്പോൾ നമ്മൾ പല ക്യാമ്പസുകളും കാണാത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സമയങ്ങൾ അനാവശ്യ കാര്യങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, മറ്റു പല കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിലവഴിക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അവിടുന്ന് ഓരോരുത്തരും മത്സരിച്ചത് എത്ര ദിവസം കൊണ്ട് വായിച്ച് തീർക്കും എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇതൊരു വാശിയായിട്ടൊക്കെ തീരാറുണ്ട്, ചില സമയത്ത് പുസ്തകങ്ങൾ വായിച്ച് തീരുന്നില്ലേ. അങ്ങനെ ആ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഞങ്ങൾ വായിച്ച് തീർത്തു. അപ്പം അന്ന് കൂട്ടുകാർക്കിടയിൽ എന്ത് ചെയ്യും, ഒരു പുസ്തകം ഇത്ര ദിവസം തരുള്ളൂ എന്ന് പറയും. പുതിയൊരു പുസ്തകം വന്നു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് വായിച്ച് തീർക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു ഭയങ്കര രസകരമായിട്ടാണ് അവിടെ കടന്നു പോയത്. അപ്പോൾ അവിടെ ഈ ചർച്ചകൾ നമ്മൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കും. അവിടുത്തെ ക്യാമ്പസ് ഫെസ്റ്റ് ഉണ്ടായിരിക്കും, ക്യാമ്പസ് ഫെസ്റ്റിൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കും. അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ +2 എടുത്തിരുന്നത് ഹ്യൂമാനിറ്റീസിലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഗ്രാജുവേഷനിലേക്ക് വന്ന സമയത്ത് ഞാൻ ഹിസ്റ്ററി ആയിരുന്നു എടുത്തത്. ചരിത്രത്തെക്കുറിച്ച് കുറച്ചും കൂടി ഇഷ്ടമായതുകൊണ്ട് ഞാനത് കൂടുതൽ പഠിക്കാമെന്ന് കരുതി. അങ്ങനെ ചരിത്രത്തിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്യുകയായിരുന്നു. അപ്പം ഈ ചരിത്രത്തിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി നേരെ സിവിൽ സർവീസിലേക്ക് പോയാലോ എന്ന് തോന്നി. അപ്പോൾ ആ സമയത്താണ് അവരുള്ള ഒരു ഗുരുവന്തിര് വന്നിട്ട് പറയുന്നത്, നീ എന്ത് ചെയ്യരുത്, നേരെ സിവിൽ സർവീസ് എക്സാം എഴുതാൻ പോകരുത്, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നേരെ സിവിൽ സർവീസ് എക്സാം ചെയ്യാൻ പോകരുത്, ഒരു പോസ്റ്റ് ഗ്രാജുവേഷനെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലുള്ള എൻട്രൻസ് എക്സാമുകൾ എഴുതുന്നത്. അപ്പോൾ അതിൽ എഴുതിയ എക്സാമുകൾ ഞാൻ ടിസ് എഴുതിയിട്ടുണ്ട്, ഹൈദരാബാദ് എഴുതിയിട്ടുണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി എഴുതിയിട്ടുണ്ട്, JNU എഴുതിയിട്ടുണ്ട്, ജാമിയ മില്ലിയ എഴുതിയിട്ടുണ്ട്, DU എഴുതിയിട്ടുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല യൂണിവേഴ്സിറ്റിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് JNU ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്.